ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജമൈക്കൻ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷന് ഗാന്ധി ജയന്തി ദിനമായ നാളെ 10 വയസ്സ്. 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ നടക്കും. വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾസനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ഇന്ത്യയും ജമൈക്കയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവച്ചു. രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിലൊന്നായ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് നാളെ ഗാന്ധി ജയന്തി ദിനത്തിൽ 10 വർഷം പൂർത്തിയാകും. വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സ്വഭാവ് സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് കീഴിൽ ഇതുവരെ 17 കോടിയിലധികം ജനങ്ങളുടെ പൊതു പങ്കാളിത്തത്തോടെ 19.70 ലക്ഷത്തിലധികം പരിപാടികൾ പൂർത്തിയാക്കി. ഇതിനു പുറമെ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന് കീഴിൽ 45 ലക്ഷം വൃക്ഷത്തൈകളും രാജ്യമെമ്പാടും നട്ടുപിടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ കൊട്ടാരക്കര LIC അങ്കണത്തിൽ നിർവഹിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായുള്ള പുലമൺ തോട് പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. രാവിലെ 9 മണിക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 9 ജില്ലകളിലും തീരദേശ പ്രദേശങ്ങളിലും മാഹി ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിലും മൈ ഭാരത് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമായി സംഘടിപ്പിച്ച വൈദ്യപരിശോധന ക്യാമ്പ് തുടരുന്നു. PRS ആശുപത്രിയുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ നടത്തുന്ന ക്യാമ്പിൽ ECG, സ്ഥാനാർബുദം പരിശോധന, നേത്രപരിശോധന, രക്തപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ കൊല്ലം ബീച്ച് ശുചീകരിച്ചു. 10ഓളം കലാലയങ്ങളിൽ നിന്നുള്ള നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ, വിവിധ യൂത്ത് ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ 200ഓളം പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് മെഗാ ശുചീകരണ യജ്ഞം നടത്തി. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. ആദ്യത്തെ 4 മണിക്കൂറിൽ 28.12% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ബൂത്തുകളിലെല്ലാം നീണ്ട നിരയാണ് പ്രകടമാകുന്നത്. 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 6 മണിവരെ തുടരും. 5060 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 39 ലക്ഷത്തിലധികം ജനങ്ങളാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഈ മാസം 8-ന് നടക്കും. അതേസമയം ജമ്മുകശ്മീരിലെ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ആഹ്വാനം ചെയ്തു. കന്നി വോട്ടർമാരുടെയും സ്ത്രീകളുടെയും മികച്ച പങ്കാളിത്തം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ 83,300 കോടി രൂപയുടെ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിക്കും. 79,150 കോടി രൂപയുടെ ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന് പ്രധാനമന്ത്രി സമാരംഭം കുറിക്കും.
സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 63,000 ഗ്രാമങ്ങളിലെ 5 കോടിയിലധികം ഗോത്രവർഗ വിഭാഗക്കാർ പദ്ധതിയുടെ പരിധിയിൽ വരും. വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പ്രവർത്തനങ്ങളിൽ കെൽട്രോണിന് മുഖ്യ പങ്കുവഹിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കെൽട്രോണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായി. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. 72 മണിക്കൂറിന് ശേഷവും ഭേദമാകാത്ത ഗുരുതര മസ്തിഷ്ക പരിക്കുകൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതുമായ മരണം അനിവാര്യമായ സ്ഥിതിയെന്നാണ് അതീവ ഗുരുതരാവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം. രോഗിയുടെ മസ്തിഷ്ക മരണം, ചികിത്സ കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത അവസ്ഥ തുടങ്ങിയവയിലുൾപ്പെടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ തുടരണമോ എന്ന് ഡോക്ടർമാർക്ക് തീരുമാനമെടുക്കാമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പൊതുജനാഭിപ്രായങ്ങൾക്കായി പുറത്തിറക്കിയ കരട് മാർഗനിർദ്ദേശങ്ങളിൽ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സ തുടരുന്ന പല രോഗികളുടെയും അവസ്ഥ ഗുരുതരമാണെന്നും ജീവൻ നിലനിർത്താനുള്ള ചികിത്സകൾ തുടർന്നിട്ടും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകാറില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തിനുള്ളിൽ നഗര അടിസ്ഥാന പാർപ്പിട സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരപ്രദേശങ്ങളിലെ ദരിദ്രരും ഇടത്തരക്കാരുമായ 1 കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പ്രകാരം 2,30,000 കോടി രൂപയുടെ സഹായം നൽകിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോസേവന അവാർഡ് ദാനവും മന്ത്രി ആർ ബിന്ദു തിരൂരിൽ നിർവഹിച്ചു. അന്തസ്സോടെ വാർദ്ധക്യത്തിലേക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയതോടെ വാർദ്ധക്യകാലം ഒറ്റപ്പെടലിന്റെ നോവുമായി കടന്നുപോകുകയാണ്. അനാഥാലയങ്ങളിലും പകൽ വീടുകളിലും ഉപേക്ഷിക്കേണ്ടതല്ല, നമുക്കുവേണ്ടി ഒരു ആയുസ് മുഴുവൻ മാറ്റിവെച്ചവരുടെ ശിഷ്ടകാലം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനാചരണം. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാത്ത സമൂഹമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വയോജന ദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന വയോജന കൌൺസിൽ അംഗം എസ് ഹനീഫ റാവുത്തർ ആകാശവാണി വാർത്തകളോട്. പ്രായമാവുക എന്നത് ജീവിതത്തിലെ അനിവാര്യമായ ശാരീരിക പ്രക്രിയയാണ്. ഇന്നത്തെ കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ നോവുന്നതും വാർദ്ധക്യമാണ്. പുതിയ തലമുറ ഇക്കാര്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പാഠ്യപദ്ധതിയിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കും. സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ കഴിയും വേഗം രൂപീകരിച്ച് വൃദ്ധരായ ആളുകളെ വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. കർമ്മോന്നതമായ വാർദ്ധക്യം നയിക്കാൻ അവരെ സജ്ജരാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ഉണ്ടാവണം. കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് സൗജന്യ ചികിത്സ 5 ലക്ഷം വരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 217ആയി. സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 86 പോയിന്റ് ഉയർന്ന് 84,384ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 25,822ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7,050 രൂപയും പവന് 56,400 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജമൈക്കൻ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷന് ഗാന്ധി ജയന്തി ദിനമായ നാളെ 10 വയസ്സ്. 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ നടക്കും. വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി.
അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.